നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഞങ്ങളുടെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും കർത്താവെ നിൻ്റെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലും മറ്റനേകരുടെ ജീവിതത്തിലും മാനസാന്തരത്തിനും നന്മ പ്രവർത്തികൾക്കും പ്രയോജനകരമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ പ്രേക്ഷിതരായി രൂപാന്തരപ്പെടുത്തണമേ, പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു പോരുകയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥനാ പുസ്തകത്തിലെ 10ാമത്തെ പ്രാർത്ഥനയാണ്. നമ്മളെല്ലാ സമയവും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ പുസ്തകത്തിലുള്ള 10ാമത്തെ പ്രാർത്ഥന. ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചുവന്ന തെരുവിൽ നിന്നും രക്ഷപ്പെടുത്തപ്പെട്ട സ്ത്രീകൾക്കും അവരുടെ കുട്ടികൾക്കും ആവശ്യമായ വിദ്യാഭ്യാസം നൽകുകയും അതിനാവശ്യമായ സാമൂഹിക പ്രവർത്തകരെ പരിശീലിപ്പിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചുവന്ന തെരുവെന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും ശരീരം വെച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തെയാണ്, അവർ താമസിക്കുന്ന ഇടങ്ങളെയാണ് ഈ ചുവന്ന തെരുവെന്ന് വിളിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3 മുതൽ 11 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീയെ വ്യഭിചാരക്കുറ്റം ചുമത്തി ശിക്ഷിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ സ്ത്രീയെ കർത്താവ് അവരിൽ നിന്ന് രക്ഷിക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ഇവ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതൽ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ശരിക്കും വ്യഭിചാരം ചെയ്ത ആളുകളെ നശിപ്പിച്ച് കളയണം, കൊന്നുകളയണമെന്നുള്ളത് പഴയ നിയമ കൽപ്പനകളിൽ പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിച്ചത് അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുകയല്ല, അങ്ങനെയുള്ളവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി
അവർക്കാവശ്യമായ ജീവിതത്തിനാവശ്യമായ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കുന്നതിന് ആവശ്യമായ പ്രേക്ഷിതരെ സജ്ജമാക്കുക ഉള്ള കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യഭിചരിക്കരുത്. ലേവ്യർ പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം നിന്റെ അയൽക്കാരൻ്റെ ഭാര്യയോടൊപ്പം മലിനനാകാൻ അവളുമായി നിന്റെ കിടക്ക പങ്കിടരുത്. ലേവ്യർ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും നിയമാവർത്തനം 5-ന്റെ-18-ലും നിയമാവർത്തനം 22-ാം അധ്യായം 21 മുതൽ 22 വരെ വാക്യങ്ങളിലും വളരെ വ്യക്തമായി ഈ വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു പാപികളെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പാപികളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയിലേക്ക് നയിക്കാനാണ് യേശുക്രിസ്തു ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാണെന്ന് യേശു പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന പോലെ നമുക്ക് ദൈവകൃപയാൽ യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 38-ാമത്തേത് നമ്മൾ വായിക്കുമ്പോൾ 38-ന്റെ 15-16 വാക്യങ്ങളിൽ ഒരു സ്ത്രീ വേശ്യയുടെ വേഷം ധരിച്ച് ഒരാളെ നീതിബോധം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ആരാണെന്ന് നമുക്കറിയാം മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 15-ാമത്തെ വാക്യം, താമാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവളുടെ അമ്മായിയപ്പനെ വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടി ബോധം കൊടുക്കുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണ്. അവൾ വേശ്യയായി വസ്ത്രം ധരിച്ച് അവിടെ വരികയും ഈ മനുഷ്യൻ അവളെ പരിഗ്രഹിക്കുകയും ചെയ്യുന്ന ഭാഗം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും അയാൾ ചെയ്ത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ സ്ത്രീ ഗർഭിണിയായപ്പോൾ ആ സ്ത്രീ തെറ്റ് ചെയ്തതായിട്ട് അയാൾക്ക് തോന്നി. അതാണ് ചില ആളുകൾ തെറ്റ് ചെയ്യുന്നത് തെറ്റല്ല, ചില ആളുകൾ തെറ്റ് ചെയ്യുന്നത് ഗൗരവമായ തെറ്റാണ്. ഇതാണ് ലോകത്തിൻ്റെ വിധി. ഈ വിധിയാണ് യേശു നടപ്പാക്കാതിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ആ സ്ത്രീയെ കൊണ്ടുവരുന്നത് പുരുഷന്മാരാണ്. പുരുഷനെ കൂടാതെ ഒരു സ്ത്രീക്കും വ്യഭിചാരത്തിൽ പങ്കുചേരാനായിട്ട് പറ്റില്ല. സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിൽ പുരുഷൻ്റെ അറിവും സമ്മതവും വേണം. പുരുഷനും ഇതുപോലെ സ്ത്രീയുടെ സമ്മതം കൂടാതെ സാധ്യമല്ല. ബാക്കിയുള്ളതെല്ലാം ബലാത്കാരമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ സ്ത്രീയെ അവർ കല്ലെറിയുവാനായിട്ട് വരുമ്പോൾ പുരുഷന്മാർ ചെയ്ത പാപമെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത്. അതെങ്ങനെയാണത് മറച്ചു വയ്ക്കുന്നതെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: മുഖം മൂടിയിരുന്നതുകൊണ്ട് ഉള്ളൊരു വേശ്യയാണെന്ന് യൂദ വിചാരിച്ചു.
വഴിവക്കത്ത് അവളുടെ അടുത്ത് എന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങ് എനിക്കെന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്നൊരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു. സ്വന്തം മരുമകളാണെന്നറിയാതെ ഒരമ്മാനപ്പൻ ഒരു സ്ത്രീയെ പരിഗ്രഹിക്കുകയാണ്. പരിഗ്രഹിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പ്രതിഫലമായി എന്ത് തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വേശ്യ അല്ലെങ്കിൽ ചുവന്ന തെരുവെന്ന് പറയുന്നത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പൈസ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ട് ശരീരം വിൽക്കുന്നതിനെയാണ് ചുവന്ന തെരുവെന്ന് പറയുന്നത്. ശരീരം വിൽപ്പനയ്ക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പെൺകുട്ടികൾ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ധാരാളം കുട്ടികൾ ആലുവ പ്രദേശത്തൊക്കെ, പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ധാരാളം പെൺകുട്ടികൾ, ഒരു 10-18 വയസ്സ് മുകളിലേക്ക് 40 വയസ്സ് വരെ പ്രായമുള്ള ധാരാളം സ്ത്രീകൾ ഒക്കെ ഈ വ്യഭിചാരത്തിന്, ശരീരം വിൽക്കുവാൻ വേണ്ടി മാത്രം വന്ന് തമ്പടിക്കുന്നുണ്ട്. നമ്മൾ ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് ശേഷമൊക്കെ നമ്മൾ പെരുമ്പാവൂർ ടൗണിലൊക്കെ ചെല്ലുമ്പോൾ ഇത്തരം ആളുകളൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുമെന്ന് പലരും ഇപ്പോൾ അടുത്തിടെ നമ്മളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാനിടയായി. അപ്പോൾ പണ്ടും അങ്ങനെ ഉണ്ട്. ഒത്തിരി ആളുകൾ അത്തരത്തിലുണ്ട്. അങ്ങനത്തെ ആളുകൾ താമസിക്കുന്ന കോളനികളുണ്ട്, ചേരികളെന്നൊക്കെ അതിന് പറയുന്നത്. ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലുണ്ടായിരുന്നു, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, കൊച്ചി, എറണാകുളം, ആലുവ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ആളുകൾ രഹസ്യമായി ജീവിച്ചിരുന്നു. രാത്രിയിൽ അവർ ശരീരം വിൽപ്പനയ്ക്കായിട്ട് ഇറങ്ങിപ്പുറപ്പെടുകയും അവർ ചില സന്ദർഭങ്ങളിലൊക്കെ ക്രൂരമായ പീഡനത്തിന് ഇരയാവുകയൊക്കെ ചെയ്തിരുന്നു. നമ്മളും ഈ തെരുവിലൊക്കെ ഇങ്ങനെ മക്കളെ അന്വേഷിച്ചൊക്കെ പോകുമ്പോൾ പല സ്ത്രീകളെയും നമ്മൾക്ക് കാണുവാനും ചോറ് കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൊതിച്ചോറൊക്കെ അവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ പുരുഷൻ്റെ തെറ്റിവിടെ മറച്ചു വെക്കുകയാണ്. ഈ പുരുഷൻ ഒന്ന് കയ്യിൽ ഒരു വഴിയിൽ കണ്ട ഒരു സ്ത്രീയെ ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നാൽ ഒന്നും കൊടുക്കാൻ മനസ്സുമില്ല, ഒന്നും കയ്യിലില്ല. അപ്പോൾ സ്ത്രീയാണ് ചോദിക്കുന്നത്. സ്ത്രീ അവകാശം ചോദിക്കുകയാണ്, ഞാനുമായി പരിഗ്രഹിക്കാൻ നീ തയ്യാറാണെങ്കിൽ എനിക്ക് എന്ത് തരും? അപ്പോൾ ഇയാൾ പറയുകയാണ്, ഒരു ആട്ടിൻകുട്ടിയെ തരാം. അപ്പോൾ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിന് ഒരാട്ടിൻകുട്ടിയുടെ വിലയുള്ളൂ. ഇനി ആ കാലത്ത് ആട്ടിൻകുട്ടിക്ക് ന്യായമായ വിലയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും ഇന്നത്തെ കാലത്തെ പോലെയൊക്കെ തന്നെ ആട്ടിൻകുട്ടിയെ തരാമെന്ന് പറയണം. അല്ലെങ്കിൽ ഒരു 1000 രൂപ തരാം, അല്ലെങ്കിൽ 2000 രൂപ തരാം, അല്ലെങ്കിൽ ഒരു 5000 രൂപ തരാം എന്ന് പറയുന്നതിന് തുല്യമായ ഒരു ഈട്, ഒരു വസ്തു കൊടുക്കാമെന്ന് പറയുക. അതും കടമാണ്, കയ്യിലില്ല. അപ്പം പുരുഷനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല. കടം പറഞ്ഞിട്ടാണെങ്കിലും വ്യഭിചാരം ചെയ്യും. ഇത് ഒരു തരത്തിൽ ഇങ്ങനെ കടം പറഞ്ഞ് വ്യഭിചാരം ചെയ്തിട്ട് ഇത് തിരിച്ചു കൊടുത്തില്ലെങ്കിലോ ചൂഷണമല്ലേ. ഈ സ്ത്രീ അവളുടെ കുടുംബത്തിൻ്റെ അരി മേടിക്കാനോ വസ്ത്രം മേടിക്കാനോ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്
ഈ പ്രവൃത്തിക്ക് ഇറങ്ങുന്നതെന്നാണ് പല സ്ത്രീകളോടും നമ്മൾ ഈ മേഖലയിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്. നേരത്തെയൊക്കെ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ചുവന്ന തെരുവിലൊക്കെ പോയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ധ്യാനമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൗൺസിലിംഗ് അവരോടിങ്ങനെ നമ്മൾ പറയും, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ഇറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ചിലർ പറയും റേപ്പ് ചെയ്യപ്പെട്ടു, അങ്ങനെ വാശി വൈരാഗ്യം, എന്തായാലും ഇങ്ങനെയായി നശിച്ചു, ഇനിയിപ്പോൾ എന്തിനാ നന്നാകണേ എന്ന വിചാരത്തിൽ പോയവരുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് വകയില്ല, അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാണ് പറയുന്നത്. നമുക്ക് തന്നെ ഇവിടെ ഈ പ്രത്യാശഭവനിലൊക്കെ അമ്മയും കുഞ്ഞുങ്ങളെയൊക്കെ തെരുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അമ്മ കുഞ്ഞുൾപ്പെടെ തെരുവിലൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ പണ്ട് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളല്ല, അമ്മ ഉൾപ്പെടെ വരെ കിട്ടിയിട്ടുണ്ട്. അവർക്കൊന്നും പോകാൻ ഇടമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇവരുടെ ഇടയിൽ ഇവരുടെ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളങ്ങനെ അത്തരം ആളുകളെ അതിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ജനിച്ചത്. ആകാശപ്പുറയിലെ ആന്ധ്രയിലുള്ള ആശ്രമത്തിലൊരു വാർഷികത്തിന് ചുവന്ന തെരുവിലുള്ള സ്ത്രീകളെ, അതിൽ നിന്ന് പെൺകുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തക, അവരുടെ ഭർത്താവ് ഒരു സിനിമാ സംവിധായകനാണെന്നാണ് അവർ പറഞ്ഞത്. അവരങ്ങനെയുള്ള കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണം പറയുന്നത്, അവരെ 4-5 പുരുഷന്മാർ കൂടി, ചെറുപ്പക്കാർ കൂടി അവരുടെ കുഞ്ഞുനാളിൽ അവരെ റേപ്പ് ചെയ്തു. അപ്പോൾ അവർക്കുണ്ടായ നിസ്സഹായ അവസ്ഥ. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഓരോ തെരുവിലും ഇങ്ങനെ കുട്ടികൾ പിഴച്ചു പോകുന്നത്, വഴിപിഴയ്ക്കപ്പെടുന്നത് പുരുഷന്മാരുടെ കാമഭ്രാന്ത് കൊണ്ടാണ് എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് അവർ അതിൽ തന്നെ നശിച്ചു പോകാതെ അത്തരം കുട്ടികളെ അതിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാൻ വേണ്ടി അവരൊരു സാമൂഹ്യ പ്രവർത്തനത്തിന് തയ്യാറായി. 13ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ട വിശുദ്ധ മരിയ ഗൊരേത്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാമഭ്രാന്തനായ അലക്സാണ്ടർ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അലക്സാണ്ടർ ഈ കുഞ്ഞിനെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയും കുട്ടി തടസ്സം നിന്നപ്പോൾ സാധ്യമല്ല എന്ന് കണ്ട് കൊല്ലുകയുമാണ് ചെയ്തത്. കുട്ടി വിശുദ്ധിയാകാൻ കാരണം മരണത്തിന് തൊട്ട് മുമ്പ് കുട്ടിയെ കുമ്പസാരിപ്പിച്ച അച്ഛനോട്, അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തന്നെ നശിപ്പിച്ച ആളെ ക്ഷമിച്ചു എന്നുള്ളതാണ് ആ മരിയ ഗൊരേത്തി എന്ന് പറയുന്ന ആ കുഞ്ഞിനെ പുണ്യവതിയാക്കുന്നത്. പ്രിയമുള്ളവരെ, വ്യഭിചരിക്കരുത്, വ്യഭിചാരം പാപമാണെന്ന് ദൈവകൽപ്പന നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ദൈവകൽപ്പന എല്ലാവർക്കും ഒരേപോലെ ബാധകമായ കാര്യമാണ്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് തെരുവിലകപ്പെട്ടു പോയ, ശാരീരികമായിട്ട് ബന്ധം പുലർത്തുന്ന അനവധി ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവരെ ദൈവസ്നേഹത്തിലും സമൂഹത്തിൻ്റെ നന്മയുടെ നാളുകളിലേക്കും അവരെ നയിക്കാൻ നമുക്ക് കഴിയണം. HIV ബാധിതനായ ഒരു മനുഷ്യൻ്റെ ജീവിതകഥ അദ്ദേഹം തന്നെ എഴുതിയത് ഞാൻ വായിക്കാനിടയായി. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ശാരീരികമായി ആരുമായിട്ടും ബന്ധപ്പെടാതെ നാട്ടിലൊക്കെ നന്നായി ജീവിച്ചു പോന്നു. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹത്തിന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോയി അവിടെ വെച്ചെല്ലാം ജീവിതത്തിൻ്റെ
ചില മേഖലകളിൽ അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു, ആരെയൊക്കെയോ സ്നേഹിച്ചു. ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. HIV ബാധിച്ച മനുഷ്യൻ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞു. പിന്നെ HIV ബാധിതരായിട്ടുള്ള ഒത്തിരി ആളുകളുടെ ഇടയിൽ ആ മനുഷ്യൻ പ്രവർത്തനം ആരംഭിച്ചു, ഒത്തിരി പേരെ അതിൽ നിന്ന് മോചിപ്പിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ HIV ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള അരിയൊക്കെ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി, ലോകത്തിൽ ഇങ്ങനെയുള്ള തിന്മകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ബൈബിൾ വായിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ലോകം ഇപ്പോഴും എല്ലാവിധ തിന്മയിലും അതിൻ്റെ മൂർത്തിഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന യൂദാ എന്ന് പറയുന്ന മനുഷ്യൻ ശരിക്കും അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പിതാവായ ദൈവമെന്നല്ലേ നമ്മൾ പറയുന്നത്. അതിൽ യാക്കോബിൻ്റെ മക്കളിൽ മൂത്തവനാണ് ഈ യൂദ. എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക വാത്സല്യ കുടുംബങ്ങളിലെ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതൊരു പാപമായി തോന്നുന്നില്ല. വ്യഭിചാരം ചെയ്യരുതെന്നാണ് കൽപ്പന, പക്ഷേ പാപമായി അദ്ദേഹത്തിന് തോന്നിയില്ല. അപ്പോൾ ഇവിടെ ആടിനെ കൊടുക്കാമെന്ന് പറയുന്നു. ആട് അപ്പോൾ തന്നെ കയ്യിലില്ല. പകരം പണയമായി എന്ത് കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത് ആ സ്ത്രീ. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നത്, നിനക്ക് എന്താണ് പകരം വേണ്ടത്? അപ്പോൾ അവൾ പറയുന്നത്, പകരം വേണ്ടത് മുദ്രമോതിരം, വള, കയ്യിലെ വടി. അയാൾക്ക് ആവശ്യമായ, അല്ലെങ്കിൽ അയാളായി തന്നെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ചോദിക്കുന്നത്. മുദ്രമോതിരം, വളയും കയ്യിലെ വടിയും. അത് ഈ മനുഷ്യൻ അവൾക്ക് കൊടുത്തു. അത്രമാത്രം അയാളെ ആസക്തി, ലൈംഗികമായിട്ടുള്ള ആസക്തി അയാളെ പ്രേരിപ്പിച്ചു. ഈ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ തന്നെ താനായി നിലനിർത്തുന്ന തൻ്റെ മുദ്രബോധവും ഒന്നും ഇതിങ്ങനെ പണയം വെക്കാൻ പറ്റില്ല. ഇത് നാളെ ആടിനെ കൊടുത്തു കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പ്? നാളെ ഇവിടെ ഇയാളെ കാണുമോ എന്നൊന്നും ചിന്തിക്കാനുള്ള വിവേകം അവിടെ വരുന്നില്ല. കാരണം കിട്ടുന്നില്ല. അത്രമാത്രം ജടികമാണ്, അല്ലെങ്കിൽ അത്രമാത്രം തീവ്രതയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വ്യഭിചാരം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്നാൽ സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് കേട്ടിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരാളുടെ ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു കുറ്റമല്ല. മരിയ ഗോരത്തിയെ പോലെ, ആ വിശുദ്ധയായ പെൺകുട്ടിയെ പോലെ ഒരാൾക്ക് പിന്മാറണമെന്നുണ്ടെങ്കിൽ ജീവൻ കൊടുത്താലും പിന്മാറാം. അത്രമാത്രം ആത്മരക്ഷ പ്രധാനപ്പെട്ടതാണ്. ആ കുട്ടി ജീവൻ കൊടുക്കേണ്ടി വന്നു പിന്മാറ്റത്തിന്. ഇന്ന് പല കുട്ടികളും അതുപോലെ റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുന്നുണ്ട്. ഉഭയസമ്മതമല്ല റേപ്പിൽ വരുന്നത്, ഉഭയസമ്മതമല്ല. സ്നേഹിച്ച് ചതിക്കുന്നുണ്ട്. ഒരാൾ സ്നേഹിക്കുന്നു, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും, എന്നിട്ട് 3-4 പേർക്ക് അയാൾ തന്നെ കാഴ്ചവെക്കുന്നു.
പിന്നെ സമൂഹത്തിലേക്ക് വരുമ്പോൾ സമൂഹം പേര് കൊടുത്തു, കണ്ടവൻ്റെയൊക്കെ കൂടെ നടന്ന ആളാണ്. പിന്നെ നല്ല കല്യാണമില്ല, നല്ല ജീവിതമില്ല, നല്ല അന്തസ്സില്ല. പിന്നെ കാണുന്നവരല്ല ഏത് പ്രായമായ ആളും ചോദിക്കും, അവൻ്റെ കൂടെ പോകാമെങ്കിൽ, അവന് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും തന്നുകൂടാന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരം ആളുകളെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുക, അതിനുള്ള ബോധവൽക്കരണം നടത്തുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, സമൂഹത്തിന് നല്ലൊരു മാറ്റമുണ്ടാകാൻ ആഗ്രഹിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഈ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാതെ വ്യഭിചാരം ചെയ്തു. പിന്നെ കൂട്ടുകാരൻ്റെ കയ്യിൽ ആടിനെ കൊടുത്തു വിടുന്നു. ആടിനെ കൊണ്ട് കൂട്ടുകാരൻ അവിടെ ചെല്ലുമ്പോൾ ഈ വളയും മോതിരവും വടിയും തിരികെ മേടിക്കണം. പക്ഷേ അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വേശ്യാസ്ത്രീയെ കണ്ടിട്ടില്ല. ആ നാട്ടിൽ അങ്ങനെ ഒരു വേശ്യാസ്ത്രീ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലത്ത് വേശ്യാസ്ത്രീകൾ തെരുവിൽ അങ്ങനെ ഇരിക്കുകയോ കുടിൽ കെട്ടി താമസിക്കുകയോ ചെയ്യുന്നുണ്ടാവുമല്ലോ. അങ്ങനെ താമസിക്കുന്നതിനാണ് ചുവന്ന തെരുവെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആളവിടെ ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യനെ കുറിച്ച് പിന്നെ പറയുന്നത്, കൂട്ടുകാരൻ തിരിച്ചു വന്ന് യൂദായോട് പറഞ്ഞ് അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂദ പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ, നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സംഭവം വലിയ ഒരു നീതിബോധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിനെ മറ്റൊരു തരത്തിൽ ഒരു ശരീര വിൽപ്പന എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ പുരുഷൻ്റെ മനോഭാവം ഒന്ന് തുറന്നു കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഭാഗം എടുത്തുന്നേ ഉള്ളൂ. പുരുഷൻ്റെ മനോഭാവം എന്താണ്? ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂദ കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. നമുക്ക് ആ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 മാസം ഈ സംഭവമെല്ലാം ഇയാൾ മറന്നുപോയി. ഇയാളുടെ ഉള്ളിൽ ചിലപ്പോൾ ആദി ഉണ്ടാകും. തൻ്റെ വിലപ്പെട്ടതൊക്കെ ഒരു നിമിഷ നേരത്ത് തോന്നലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ആസക്തിയുടെ ഭാഗമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി അത് പോട്ടെ, കൂട്ടുകാരനോട് പറയുകയാണ്, ഇത് പോട്ടെ, ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി ആളുകളെ എന്താ പറയുന്നത്, കളിയാക്കാൻ ഇടയാകരുതല്ലോ. പരിഹാസമുണ്ടായാൽ പിന്നെ എന്നും അതായിരിക്കൂലേ. കണ്ട വഴിക്കൊക്കെ പോയി ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരിഹസിക്കരുതല്ലോ എന്ന് പറയുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരനോട് പറഞ്ഞു, ഇനി ആ കാര്യത്തെക്കുറിച്ച് ആരോടും സംസാരിക്കണ്ട, മിണ്ടണ്ട എന്ന് പറയും. അപ്പം ഇതാണ് പുരുഷ മനോഭാവം. അയാളെ ഒളിച്ചു വെച്ചു. പക്ഷേ ആ സ്ത്രീക്ക് ഒളിച്ചു വെക്കാൻ പറ്റുമോ? അയാൾക്ക് നഷ്ടമായത് മോതിരം, വടി, പിന്നെ വള, ഇതാണ് നഷ്ടമായത്. അത് ആരും അറിയണ്ട എന്ന് ഒളിച്ചു വെക്കാനായിട്ട് പറ്റി. കൂട്ടുകാരൻ നല്ല മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെങ്കിൽ ആരോടും പറയുകയില്ല. കൂട്ടുകാരൻ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ടാണല്ലോ അങ്ങനെ ആ പണിക്ക് പോയത്, രണ്ടാമത് ആടിനെ കൊണ്ടൊക്കെ പോയത്. അല്ലെങ്കിൽ പോകുമോ? എനിക്ക് നേരമില്ല എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഇയാളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരനും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. എന്തുമാകട്ടെ, ഇവിടെ ഈ സ്ത്രീക്ക് ഇത് ഒളിച്ചു വെക്കാൻ പറ്റില്ല. കാരണം സ്ത്രീ 3 മാസം ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ലക്ഷണങ്ങളായി.
സ്ത്രീ ഗർഭം ധരിച്ചു. അപ്പോൾ ഈ പുരുഷൻ യൂദ ഇത് അറിയുകയാണ്. എന്താണ് ഇയാൾ അറിയുന്നത്? നിന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂദ കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ മരുമകളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുക. ആ സാഹചര്യം നിങ്ങൾക്കറിയോ? യൂദായുടെ മരുമകൾ പ്രത്യേക സാഹചര്യത്തിൽ യൂദായുടെ വീട്ടിലല്ല, അവളുടെ വീട്ടിലാണ്. അപ്പം എന്തായാലും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട സ്ഥിതിക്ക് അവൾ എന്തായാലും തെറ്റ് ചെയ്തു എന്ന് യൂദ ഉറപ്പിക്കുകയാണ്. യൂദായുടെ മൂത്ത മകനാണ് ഈ താമാറിന് വിവാഹം കഴിച്ചിരുന്നത്. അയാൾ മരിച്ചുപോയപ്പോൾ യഹൂദ നിയമം അനുസരിച്ച് സഹോദരൻ ആ സ്ത്രീയെ കല്യാണം കഴിച്ച് മരിച്ചുപോയ സഹോദരന് വേണ്ടി മക്കളെ നിലനിർത്തണം. അപ്പോൾ സ്വന്തമായ അഡ്രസ്സ് രണ്ടാമത്തവൻ ഉണ്ടാവില്ല. അത് കാരണം രണ്ടാമത്തവൻ അപ്പൻ്റെ വാക്ക് കേട്ട് വിവാഹം കഴിച്ചുവെങ്കിലും ഈ സ്ത്രീയെ പരിഗ്രഹിച്ച സമയത്ത് ബീജം പുറത്തു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവകൽപ്പനയാണ് ഇവൻ തെറ്റിച്ചത്. ദൈവകൽപ്പനയാണ് ഒരു സ്ത്രീ വിധവയായാൽ ആ കുടുംബത്തിലെ രണ്ടാമത്തവൻ വിവാഹം കഴിക്കണം. അത് ദൈവകൽപ്പനയാണ്. അപ്പോൾ പക്ഷേ ഇവൻ പറഞ്ഞു എനിക്കതിന് പറ്റില്ല. ഒനാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ പറഞ്ഞു എനിക്കതിനൊന്നും താല്പര്യമില്ല. അപ്പോൾ അവൻ ആ നാളിൽ തന്നെ അവൻ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ദൈവത്തിനത് ഇഷ്ടമായില്ല. പിന്നെ മൂന്നാമത്തെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവന് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ നീ നിന്റെ അപ്പൻ്റെ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ മകൻ ഷേല, 38-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. എൻ്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദ ഭയപ്പെട്ടു. താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. യൂദ മൂന്നാമത്തെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും രണ്ട് മക്കളും മരിച്ചു പോയതുപോലെ മൂന്നാമത്തെ മകനും മരിച്ചു പോയെങ്കിലോ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഈ വാഗ്ദാനം മറന്നങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയി. അപ്പോൾ തീർച്ചയായിട്ടും തൻ്റെ മരുമകളായ താമാർ വിധവയായി തന്നെ അവളുടെ അപ്പൻ്റെ വീട്ടിലുണ്ടെന്നാണ് യൂദ മനസ്സിലാക്കുന്നത്. അപ്പോൾ യൂദ താമാർ ഗർഭിണിയാണെന്നറിയുമ്പോൾ തൻ്റെ കുടുംബത്തിൽ നിന്നല്ല, അപ്പോൾ വേറൊരാളുടെ ഭാര്യ ആകേണ്ടവൾ അല്ലെങ്കിൽ വേറൊരാളുടെ ഭാര്യ ആയിരുന്നവൾ വിവാഹം വിടർത്തിയിട്ടില്ലല്ലോ. മൂന്നാമത്തേവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയമം അനുസരിച്ച് യൂദായുടെ മരുമകളാണ്, പക്ഷെ തെറ്റ് ചെയ്തു, ഗർഭിണിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതിനേക്കാൾ അയാൾ പറയുന്ന വാക്ക് മലയാളത്തിലെ തർജ്ജമ ചുട്ടുകളയുക എന്നാണ്, കത്തിച്ച് കളയുക. അത്രമാത്രം വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പള്ളിയിൽ വിവാഹ ഉദാസിക്ക് പാടുന്നില്ലേ? മുതിരമതിനാൽ കൊലയുന്നോം താമാർ രക്ഷിതയായി, അതിനാൽ പാപവിമോചനമീ ഞങ്ങൾ നേടട്ടെ. ആ മോതിരം താമാറിൻ്റെ കയ്യിലില്ലായിരുന്നുവെങ്കിൽ അവൾ വ്യഭിചാരക്കുറ്റത്തിൽ ചുമത്തപ്പെട്ട് കൊല്ലപ്പെടുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമാകുന്ന ആ മുദ്ര, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമാകുന്ന മുദ്ര നമ്മളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളും ഇതുപോലെ വ്യഭിചാരക്കുറ്റത്തിൽപ്പെട്ട് അഗ്നിക്കിരകമായിരുന്നു, ചുട്ട് കൊല്ലുമായിരുന്നു നമ്മൾ. എന്ന് പറഞ്ഞാൽ അഗ്നിക്കിരയാകുമായിരുന്നു. അപ്പോൾ താമാറിൻ്റെ കയ്യിലിരിക്കുന്ന മോതിരം പോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെ കയ്യിൽ എന്ത് വേണം? യേശുക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെ മുദ്ര വേണം.
ആ മുദ്ര ഇല്ലാത്തിടത്തോളം കാലമാണ് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തമാകുന്ന ആ മുദ്ര ഈ മനുഷ്യനിൽ ശക്തമാകാൻ, അതിൻ്റെ ബലം കിട്ടാൻ, മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ ലഭിക്കപ്പെട്ട മുദ്ര, അതൊക്കെ മനുഷ്യർക്ക് നഷ്ടമാകാതിരിക്കാൻ നമ്മൾ ഇത്തരം ആളുകളെ തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറയുകയാണ്. ചുമ്മാ എഴുതി വെക്കണതല്ല, ഒത്തിരി ആത്മീയ അർത്ഥം അതിൻ്റെ ആ പ്രവർത്തനത്തിലുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ഈ യൂദായുടെ അടുത്ത് ഈ വസ്തുക്കൾ മൂന്നും കൊടുത്തിട്ട് പറഞ്ഞു, ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക, ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അധികാരമുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഒരു പാവപ്പെട്ട പെൺകുട്ടിയിൽ ആകൃഷ്ടയായിട്ട്, ശോശന്ന എന്നാണ് അവളുടെ പേര്, അവളെ കിടക്ക പങ്കിടാൻ അവർ ക്ഷണിച്ചു. അവൾ ദൈവമകളാണെന്നും വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയാണെന്നും അവൾ പറഞ്ഞപ്പോൾ തനിക്കൾക്കില്ലാത്ത വേറെ ആർക്കും വേണ്ട എന്ന ചിന്തയിൽ അവളെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയെന്നാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. ശോശനെ ആ പെൺകുട്ടിയെ അതിൽ നിന്ന് രക്ഷിച്ചത് ദാനിയേൽ എന്ന് പറയുന്നൊരു കൊച്ചു പയ്യനാണ്. അവന് ദൈവം കൊടുത്ത ബുദ്ധിയാണ്. എന്ന പുസ്തകം പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ POC ബൈബിളിൽ തുടർച്ചയായിട്ട് പോരുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ സെപ്പറേറ്റായിട്ട് ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അത്രയും അധ്യായം, 13-ാം അധ്യായം ദാനിയേലിൻ്റെ. അവരെ പിടിക്കുകയാണ്. ആ സ്ത്രീ പാപമൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ മനുഷ്യൻ ഈ മോതിരവും വടിയും വളയും കണ്ട് തൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ് എന്ത്? ഈ പെൺകുട്ടി എന്നേക്കാൾ നീതിയുള്ളവളാണ്. ഈ പെൺകുട്ടി എന്നേക്കാൾ നീതിയുള്ളവളാണ്. അവളല്ല തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. രണ്ട് തെറ്റാണ്. ഒന്ന്, ഭയപ്പെട്ട്, മൂന്നാമത്തെ മകനും മരിച്ചു പോയെങ്കിലോ എന്ന് ഭയപ്പെട്ട് അവന് പ്രായപൂർത്തിയായിട്ട് അവളെ കല്യാണം കഴിപ്പിച്ചില്ല. രണ്ട്, ഇത്രയും പ്രായമായ മനുഷ്യൻ, ഇത്രയും മുതിർന്ന മക്കളുള്ളവൻ, രണ്ട് മക്കൾ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടും ജഡികാസക്തിയുള്ളവൻ. മനസ്സിലായില്ലേ? ഇത്രയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പേറുമ്പോഴും ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും ജഡത്തിൻ്റെ ആസക്തി അങ്ങേയറ്റം നിൽക്കുന്നവൻ. അപ്പം എത്ര വിശുദ്ധ അനുഭവത്തിലാണെന്ന് പറഞ്ഞാലും ജഡികാസക്തിയെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നില്ലെങ്കിൽ, മൂലപാപങ്ങളിൽ ഒന്നാണ് ജഡികാസക്തി. പാപം ചെയ്യാനുള്ള അടിസ്ഥാന കാരണം ജഡികാസക്തി. അപ്പോൾ ജഡത്തിൻ്റെ ആസക്തിയെ ഇല്ലായ്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത്, മനുഷ്യനെ ദൈവവചനം പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കാൻ തയ്യാറായി. മനസ്സിലായോ? പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കാൻ തയ്യാറായി. തൻ്റെ തൃക്കരങ്ങൾ അപ്പം എടുത്ത് വാഴ്ത്തി, ഇത് നിങ്ങൾ ഭക്ഷിക്കുക, ഇത് പാനം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ടോ
ഞാൻ വരുന്നത് വരെ നിങ്ങളും ഇത് തുടരുക എന്ന് പറഞ്ഞു. അപ്പോൾ കുർബാന മാത്രമല്ല അതിനകത്ത് തുടരേണ്ടത്. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തിച്ചോ, എന്തൊക്കെ ചെയ്തോ, അതെല്ലാം നമ്മൾ തുടർന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ പാപം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. യാക്കോബിൽ പറയുന്നു, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആളുകളെ സമൂഹത്തിൻ്റെ തിന്മയിൽ നിന്ന്, അല്ലെങ്കിൽ തിന്മയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആ സ്ത്രീയെ കല്ലെറിയട്ടെ. എന്നിട്ട് യേശു വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി. കണ്ടോ, മുതിർന്നവർ തുടങ്ങി എന്ന് പറഞ്ഞാൽ യൂദായുടെ പ്രായമുള്ള ആളുകളുണ്ടാവും അതിനകത്ത്. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. എൻ്റെ അർത്ഥം എന്താ? എല്ലാവരും പാപം ചെയ്തവരാണ്. എല്ലാവരും ഈ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട്. ആർക്കും മറ്റുള്ളവരെ വിധിക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ വിധിക്കാനുള്ള ധൈര്യം വേണ്ട, പക്ഷെ മറ്റുള്ളവരെ രക്ഷിക്കുവാനുള്ള ധൈര്യം വേണം. ശമര്യ കിണറ്റിൻകരയിൽ ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നപ്പോൾ അവിടെ ആ സ്ത്രീയോട് യേശു സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീ പറയുന്നു, എനിക്ക് ഭർത്താവില്ല. യേശു പറയുന്നു, നിനക്ക് 4 ഭർത്താവുണ്ട്, ഇപ്പോഴുള്ളവന് ഭർത്താവല്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ആ സ്ത്രീ തുടർച്ചയായിട്ട് വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിച്ച് ഒരു തെറ്റായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അവളെ തേടിയാണ് യേശു വരുന്നത്, അവളുടെ പാപത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ. അവൾ വിശുദ്ധയായാലോ, അവൾ വലിയ ലോക കാര്യങ്ങളെല്ലാം വിട്ടു. അവൾ കുടം വെള്ളം കോരുന്ന കാര്യം വിട്ടു. അവൾ നേരെ ശമരിയ പട്ടണത്തിൽ ചെന്നു. ശമരിയയിലുള്ള ആളുകളൊക്കെ ഇതുപോലെ ഇടകലർന്ന് ജീവിച്ചവരാണ്. ദൈവകൽപ്പന ലംഘിച്ച് അന്യ ആളുകൾക്കായിട്ട് ജീവിച്ചവരാണ്. അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കാൻ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾക്ക് സാധ്യമാകുമോ എന്ന്. കാരണം യേശു വഴി പോകാൻ പോയപ്പോൾ അവരന്ന് തടുത്തതാണ്, ഇതിലെ വരണ്ട, ഞങ്ങളുടെ നാട്ടിൽ പോകാൻ പാടില്ല യെരൂശലേമിലേക്ക്. അപ്പോൾ അത് യാക്കോബും യോഹന്നാനും പറഞ്ഞതാണ്, അഗ്നി ഇറക്കി ഇവരെ ദഹിപ്പിക്കട്ടെ, ഏലിയ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചാണ്. അപ്പോൾ യേശു അവരോട് ചോദിക്കാൻ, നിങ്ങൾ ഏതാത്മാവിനുള്ളവരാണ്? മനുഷ്യപുത്രൻ നശിപ്പിക്കാനല്ല വന്നിരിക്കുന്നത്, ജീവനെ നേടുന്നതിനാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ശമരിയക്കാര് യേശുവിനെ സ്വീകരിക്കാൻ സാധ്യതയില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ ചെന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവളെ രക്ഷിക്കുകയാണ്. ഇതുപോലെയാണ് ചുവന്ന തെരുവിലേക്ക് ഒരു സ്ത്രീക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ അവൾ ചിലപ്പോൾ മാറണമെന്നില്ല. എന്നാൽ നമ്മൾ മനുഷ്യവേഷത്തിൽ ദൈവിക ശക്തിയോടുകൂടി ചെന്നാൽ നമ്മളിലുള്ള സ്നേഹവും ബഹുമാനവും അവരോടുള്ള കരുതലും ഒക്കെ കാണുമ്പോൾ അവരതിൽ നിന്ന് മാറാം. നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ്. പ്രേക്ഷിത വേല നമ്മൾ പറയുന്നത് പോലെ അത്യാവശ്യം കഞ്ഞുടിക്കാൻ വശമുള്ളവനോ അല്ലെങ്കിൽ രോഗങ്ങളോ ദുഃഖമുള്ളവനോ മാത്രം ചെന്ന് നീ ധ്യാനത്തിന് പോവുക, ധ്യാനം കൂടിയ ദൈവം തന്നെ രക്ഷിക്കും, ചേട്ടന് കടമൊക്കെ മാറും, അതൊക്കെ മാറും. പക്ഷേ ഏറ്റവും അധപ്പതിച്ചു പോയ മനുഷ്യരെയും കൂടി രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും അധപ്പതിച്ചു പോയ മനുഷ്യർ, അവർ മുതിർന്നവർ തുടങ്ങി
എല്ലാവരും ഒരുപോലെ മടങ്ങിപ്പോയി. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? അതുവരെ പേടിച്ച് അരണ്ടിരുന്ന ഒരു സ്ത്രീ, ഈ മനുഷ്യൻ, ഇയാൾ എന്നെ ഇവർക്ക് കൊല്ലാൻ കൊടുക്കുമോ എന്ന് പേടിച്ചിരുന്ന ആ പെൺകുട്ടി അവളോട് ചോദിക്കുകയാണ്, അവരൊക്കെ പോയോ? അവൾ പറയുകയാണ്, അവരെല്ലാം പോയി. ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പിന്നെന്താ ചെയ്യണേ? നിന്നെ രക്ഷിക്കുകയാണ് ഞാൻ. നിന്നെ രക്ഷിക്കാനാണ് വന്നത്. മേലിൽ നീ പാപം ചെയ്യരുത്. അപ്പം രക്ഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് യേശു. എല്ലാ കാലത്തും ഉൽപ്പത്തി പുസ്തകം മുതൽ ആരുണ്ട്? ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ 38-ാം അധ്യായം വായിച്ചപ്പോൾ അതിലുണ്ട് വേശ്യ, വ്യഭിചാരം. ഇന്നുമുണ്ട് വേശ്യ, വ്യഭിചാരം. അന്നുമുണ്ട് രക്ഷ, ഇന്നുമുണ്ട് രക്ഷ. നമ്മൾക്ക് നമ്മുടെ റോൾ എന്താണെന്നാണ് ഇതിനകത്ത് ചോദ്യം. നമുക്കിതിനകത്ത് വല്ല റോളും ഉണ്ടോ? ഇത് നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ നമുക്ക് ഓൾറെഡി സ്വർഗമൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് നമ്മൾ അങ്ങ് ചെന്നാൽ മതി. മനസ്സിലായില്ലേ? ചെന്നാൽ മതി. അതിൻ്റെ ആഘോഷങ്ങളാണല്ലോ ഇവിടെ നടക്കണേ, അല്ലേ? ഇവിടെ നടക്കുന്നത് അതിൻ്റെ ആഘോഷങ്ങളാണ്. എന്താ പാട്ട്, മേളം, അല്ലേ? പൂക്കൾ, രാജകീയ പദവിയോടുകൂടിയല്ലേ നമ്മളെ കൊണ്ട് അടക്കണേ. രാജകീയ പദവിയോടുകൂടി അടക്കണേ. പണ്ടൊക്കെ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. കുഴലൂത്ത്, പാട്ടൊക്കെ പാടി, കുട പിടിക്കും. മൊത്തക്കുടകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. കൊടി, കൊട. ഇപ്പോൾ ഈ ആംബുലൻസിലൊക്കെ പോണത് കൊണ്ടാണ് ഇതില്ലാത്തത്. പണ്ട് എത്ര കിലോമീറ്ററാലും നടന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ നടന്നുകൊണ്ട് പോകുമ്പോൾ ഈ കുടകളൊക്കെ എടുക്കും, കൊടി. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ എൻ്റെ മനസ്സിങ്ങനെ ചോദിച്ചു, ഈ ശവാടക്കിന് പോലും ഇത്ര ആർഭാടം എന്തിനാണ്? അപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പോകാൻ, അവിടെ അങ്ങോട്ട് കൈമാറാൻ അതിർത്തി വരെ നമ്മൾ രാജകീയ സ്വീകരണം കൊടുത്ത് പറഞ്ഞു വിടുകയാണെന്ന്. നമ്മുടെ കയ്യിൽ നിന്ന് അപ്പുറത്തേക്ക് മാലാഖന്മാർ എതിരേറ്റ് കൊണ്ടുപോകും. പറഞ്ഞ മനസ്സിലായോ? അന്നു മുതൽ ഞാൻ ഈ ആർഭാടമുള്ള ശവസംസ്കാര ശുശ്രൂഷയെ കുറ്റപ്പെടുത്താറില്ല. കാരണം എന്തോ ഒരു ആർഭാടാക്കിയെങ്കിലും ആക്കിക്കോട്ടെ, പക്ഷെ പെട്ടിക്കകത്ത് കിടക്കുന്ന ആളുടെ കാര്യം എന്താവും എന്നുള്ളൊരു ചോദ്യം ശരിയല്ലേ? ലോക കൊള്ളരുതാത്തവരെ നമുക്ക് അലങ്കരിച്ചുകൊണ്ട് കിടക്കാലോ. ലോക കൊള്ളരുതാത്തവനെയും അലങ്കരിച്ചുകൊണ്ട് കിടക്കാമെന്ന്. പക്ഷേ അവിടെ സ്വീകരിക്കുമോ? നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ നാം ഇവിടെ ക്രിസ്തു പറഞ്ഞ പ്രവൃത്തി പാപം ചെയ്യുന്നില്ല എന്നതുകൊണ്ട് പൂർണ്ണമായോ? പുണ്യം ചെയ്യണ്ടേ? പുണ്യം ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണെങ്കിൽ, പാപത്തിൽ നിന്നൊരാളെ രക്ഷിക്കുന്നില്ലെങ്കിൽ, പാപത്തിൽ നിന്നൊരു മനുഷ്യനെ മോചിപ്പിക്കുന്നില്ലെങ്കിൽ, ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ പാപം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളിവിടെ എഴുതി വായിക്കുന്ന ഒരു പ്രാർത്ഥനയും ചുമ്മാ അല്ല. അതിനെല്ലാം വ്യക്തമായ ധ്യാനം, ചിന്ത കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളതിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഈ പ്രാർത്ഥന ലോകത്താർക്കെങ്കിലും
ചിലപ്പോൾ നമ്മുടെ മരണശേഷമെങ്കിലും ആർക്കെങ്കിലും സാധിച്ചാൽ പ്രാർത്ഥനയ്ക്കൊരു കുറവും വരാൻ പാടില്ല എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ നീ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന് ആ സ്ത്രീയോട് യേശു പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കൺമുമ്പിലോ നമ്മുടെ അറിവിലൊക്കെ ശാരീരികമായി ജഡികമായ ആസക്തിയിൽ പാപം ചെയ്ത് ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ കേട്ടറിവുണ്ടെങ്കിൽ ചേർന്ന് വയ്ക്കാതെ ഞാനെങ്ങും മിണ്ടാൻ പോവില്ല, വൃത്തികെട്ട ജാതി എന്ന് വെക്കാതെ അവളുടെ ഭൂതത്തെ ഓടിക്കാൻ, ആ പൈശാചിക ബന്ധനത്തിന് അവളെ പൂർണ്ണമായി മോചിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു മനുഷ്യനെയും നീചനെന്നോ നികൃഷ്ടനെന്നോ വിളിക്കരുത്. മത്തായിയുടെ സുവിശേഷം 18:10 ഈ ചെറിയവരിൽ ആരെയും നിസ്സാരരായി കാണാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ഒരാളെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഞാനെന്തോ വലിയ കേമമുള്ള ആളാണെന്ന ധാരണയോടുകൂടി നടക്കരുത്. സ്വർഗത്തിന് വിരോധമായ പാപമാണ്. ലോകത്തോ ഏതവസ്ഥയിൽപ്പെട്ടവരെയും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തെറ്റ് ചെയ്തവരോട് പൊറുക്കാം. ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനാവശ്യമായി മുദ്രകുത്തി വ്യഭിചാരി എന്ന പേരുകുത്തി നമ്മൾ ആരെങ്കിലുമൊക്കെ വെറുക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർക്കാം. ഒരുപക്ഷെ പറഞ്ഞു കേട്ട കേൾവിയായിരിക്കാം. നമ്മളതിനൊക്കെ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയെ കല്ലെറിയാൻ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആ പുരുഷന്മാരെ പോലെയാണ് നമ്മൾ. തൻ്റെ മരുമകളെ ചുട്ടുകളയണമെന്ന് പറഞ്ഞ യൂദായെ പോലെയാണ് നമ്മൾ. നമ്മുടെ പാപങ്ങളെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പാപത്തെ വലുതായി കണ്ട് വ്യക്തിഹത്യ നടത്തുന്നവരെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവമേ, അനേകരെ മോശമായി സംസാരിച്ച് താഴ്ത്തിക്കെട്ടിയിട്ടുണ്ട്. അനേകരെ കുറ്റം വിധിച്ചിട്ടുണ്ട്. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കൽപ്പന കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. കർത്താവെ, നോട്ടത്തിൽ, സംസാരത്തിൽ, സാമീപ്യത്തിൽ, സ്പർശനത്തിൽ, ഭോഗസുഖത്തിലൊക്കെ വ്യഭിചാരമാണ്. വ്യഭിചാരം എന്ന പാപത്തിൻ്റെ പൂർണ്ണത അതിൽ അടങ്ങിയിരിക്കുകയാണ് എന്നങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചറിയി. കർത്താവെ, അതുകൊണ്ട് നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ സാമീപ്യം കൊണ്ടോ സ്പർശനം കൊണ്ടോ ഞങ്ങൾക്ക് പാപം ചെയ്യാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇത് പാപത്തിൽ ഉൾപ്പെട്ടു പോയവരെ രക്ഷിക്കുവാനുള്ള പ്രേക്ഷിതവരം നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇറങ്ങുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തിയിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നടത്തണമേ. അനേകരെ ചുവന്ന തെരുവിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ
യൂദായെ പോലെയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സുവിശേഷ മാർഗം, സുവിശേഷത്തിൻ്റെ വഴി, ധ്യാനത്തിൻ്റെ ആവശ്യം എല്ലാം ഈ ധ്യാനകേന്ദ്രത്തിൽ നൽകി ധ്യാനകേന്ദ്രത്തെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരാനാഥ, കർത്താവ് വേഗം വരുന്നു എന്ന ആ ശബ്ദം എല്ലാ ചെവികളിലും എത്തിക്കുവാൻ കൃപ നൽകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.